ഈ വീഡിയോ ഞാൻ ഒരു സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ നീളം കൂടും. ഇതെന്ന് പറയുന്നത് വരാനുള്ള സമയത്ത്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന വീഡിയോയുടെ കണ്ടൻ്റ് ആയിരിക്കും ലോകം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും. അതായത് ഗ്ലോബലായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇത് പറയുന്നത്. അത് മനസ്സിലാക്കുക, ലോകം മുഴുവനും ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ മൈക്ക് ഹക്കബെ, അദ്ദേഹം ഏകദേശം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ 1 വർഷം കഴിയുമ്പോൾ അമേരിക്കയിലും ലോകത്തെയും അറിയപ്പെടുന്ന റൈറ്റ് വിങ് കൺസർവേറ്റീവ് ജേർണലിസ്റ്റായ കാൾസൺ ടക്കർ, അത് വളരെ പോപ്പുലർ ജേർണലിസ്റ്റാണ് റൈറ്റ് വിങ്ങിനിടയ്ക്ക്. അതിനേക്കാൾ ഉപരിയായിട്ട് കൺസർവേറ്റീവാണ്. ഇയാളൊരു വലിയ ദൈവവിശ്വാസി കൂടിയാണ്, അതായത് പെന്തക്കോസ്റ്റ് വിശ്വാസി കൂടിയാണ് ഈ പറയുന്ന കാൾസൺ ടക്കർ. അയാളെ വിളിച്ചു വരുത്തുന്നു ഇസ്രായേലിലോട്ട്. വിളിച്ചു വരുത്തിയിട്ട് ഇസ്രായേലി ടെല്ലവീവ് എയർപോർട്ടിനകത്ത് ഡിപ്ലോമാറ്റിക് ലോഞ്ചിൽ വെച്ച് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ആരാണ് ഈ മൈക്ക് ഹക്കാബെ. മൈക്ക് ഹക്കാബെ എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപിൻ്റെ അത്രയും സീനിയോറിറ്റി ഉള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ലീഡർ. അത്ര സീനിയോറിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അയാൾ 2 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പ്രൈമറിയിൽ വന്നയാൾ കാൻഡിഡേറ്റ് കൂടിയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അമേരിക്കയിലെ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, അതിൻ്റെ പാസ്റ്റർ കൂടിയായിരുന്നു. ആർക്കനാസ് എന്ന് പറഞ്ഞ അതിൻ്റെ പല ചർച്ചുകളുടെയും സീനിയർ പാസ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ ഈ സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ പ്രധാനമായിട്ട് 2 ഉള്ളത്, പ്രൊട്ടസ്റ്റന്റിലുള്ള ബാപ്റ്റിസ്റ്റും സദേൺ ബാപ്റ്റിസ്റ്റുമാണ്. ഇത് സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ചില ആൾക്കാരൊക്കെ എന്നോട് ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ പെന്തക്കോസുകാരനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ദൈവവിശ്വാസിയാണ്, ക്രൈസ്റ്റ് ഫോളോവറാണ്, എനിക്ക് സഭയില്ല. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഏത് ചർച്ചിലും പോകും. എനിക്ക് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോകാൻ കുഴപ്പമില്ല, മുസ്ലിങ്ങളുടെ ഇതിൽ പോകാനും കുഴപ്പമില്ല. എനിക്ക് ഒരു ചർച്ചില്ല. ചർച്ചെന്ന് പറയുന്നത് എല്ലായിടത്തും എൻ്റെ ചർച്ചായിട്ടാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ഇന്ന ചർച്ചും കാത്തലിക് ചർച്ചും ഇന്ന ചർച്ചും അങ്ങനൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു ബിബിളിക്കൽ ക്രൈസ്റ്റ് ഫോളോവറാണ്. കൃത്യമായിട്ടിങ്ങ് പറയാം, നിങ്ങൾ എന്നെ ഈ ചർച്ചെന്നും ആ ചർച്ചെന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഒരു നിലപാട്. ആ നിലപാടിലാണ് എൻ്റെ ഫാമിലിയും കുടുംബമൊക്കെ ഏത് ചർച്ചിലും, അത് അവരുടെ ഇഷ്ടം, അതൊക്കെ അവർ ചെയ്യുന്നു, അതൊക്കെ അവരുടെ കാര്യം. എൻ്റെ കാര്യം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് ഈ പറയുന്ന മൈക്ക് ഹക്കാബെ, ഇയാൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ ലോങ് ടൈം സമയത്ത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ കൂടിയായിരുന്നു ഇയാൾ. ഇയാളുടെ മകളാണ് ഇന്ന് അവിടുത്തെ ഗവർണർ. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും വലിയ കൂടുതലും ആൾക്കാരും നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻ ഹാർഡ് കോർ വിശ്വാസികളാണ്. അതാണ് ഇവർ കൺസർവേറ്റീവ് എന്നവരെ കൂടുതൽ പറയുന്നത്. അപ്പം ഹാർഡ് കോർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഈ പ്രൊട്ടസ്റ്റന്റ് ബാപ്റ്റിസ്റ്റ്, സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നവർ, അവർ ഹാർഡ് കോറാണ്. ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല നേതാക്കളും പ്രവർത്തകരും അതിൻ്റെ അകത്തുള്ളവരും ഈ പറയുന്ന സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിലും മലയാളികളായ പല ആൾക്കാരുണ്ട്, പല ഇന്ത്യക്കാരുണ്ട്, പിന്നെ ഹിന്ദുക്കൾ അല്ലാത്തവരും ഉണ്ട്. കാരണം ഇവിടുന്ന് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഈ ഇന്ത്യയിൽ നടന്ന AI സമ്മിറ്റ് നടന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഒറിജിൻസിൻ്റെ പല ആളുകളുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ പല AI കമ്പനിയുടെയും ടെക് കമ്പനികളുടെയൊക്കെ CEO ആയിട്ടൊക്കെ ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കി, ഇതിൻ്റെ ബേസ് മനസ്സിലാക്കണം. ഈ പോയ ഇന്ത്യക്കാരിൽ 15 മുതൽ 26%, അതായത് റിസർച്ച് റിപ്പോർട്ട്, ഇവർ ക്രിസ്ത്യൻസ് ആണ്, ഇവർ ഹിന്ദുക്കളല്ല.
അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അവർ ആ സാഹചര്യത്തിൽ പോയി ജീവിക്കും, അവർ കല്യാണം കഴിയുന്നു, അടുത്ത ജനറേഷൻ ആകുന്നു, പിന്നെ എങ്ങനെ പോകുന്നു, കുട്ടികളുടെ പഠനം പോകുന്നു, അവർക്കൊരു കമ്മ്യൂണിറ്റി വേണം. കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈ പറയുന്ന വൈഡൊന്നുമല്ല. ഈ പോകുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഹിന്ദു വിശ്വാസവും അമ്പലവും പള്ളിയും, ഈ പോകുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ പള്ളിയും പട്ടവും ആ സംഭവങ്ങളൊക്കെ കാണും. പക്ഷെ ഒരു കാര്യം, അവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളുടെ ഇടയ്ക്കാണ് വളരുന്നത്. അവരവിടെ ജനിച്ചാണ് അവർ റേസ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് ഈ പറയുന്ന മലയാളികളുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ബന്ധവും ഒക്കെ അങ്ങ് മാറി. പിന്നെ അവിടെയുള്ള കുട്ടികളുമായിട്ടാണ് ബന്ധം ഉണ്ടാവുന്നത്. അപ്പം അതിനിടയ്ക്കാണ് അവർക്ക് ഈ കൺവേർഷൻ ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഈ പറയുന്ന ഈ കൺവേർട്ട്, അതായത് ഈ പറയുന്ന ചർച്ചകളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സായിപ്പന്മാരൊന്നും കൂട്ടരുത്. ഇതിനകത്തൊരു ഇന്ത്യക്കാരനുണ്ട്. കാരണം ബ്രിഡ്ജായിട്ട് നിൽക്കാൻ. ആ ബ്രിഡ്ജായിട്ട് നിൽക്കുന്നവർ ഇന്ത്യൻ ഒറിജിനാണ്, പഴയ ഹിന്ദുക്കളാണ്. അവരാണിത് ചെയ്യുന്നത്. ഞാൻ എത്രയോ തെളിവ് തരാം. ഇതാണ് നിങ്ങൾ പല ആൾക്കാർക്കും പലതിൻ്റെ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട, പല ഇന്ത്യൻ ഡയസ്ഫോറയുമായി ബന്ധപ്പെട്ട് മോദിയെ താങ്ങി കിടക്കുന്ന പല, അമേരിക്ക പോയി താങ്ങി കിടക്കുന്ന പല ആൾക്കാർ, അതിൽ ഏകദേശം 50% ക്രിസ്ത്യാനികളാ. 50% ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാർ, ഈ പറയുന്ന ഗുജറാത്തികൾ, അവർ അടുത്ത ജനറേഷൻ ക്രിസ്ത്യനാ. ഞാൻ ഈ പറയുന്ന അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സോഷ്യൽ മീഡിയയിലും ഈ ട്വിറ്റർ, ഈ പറയുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ ഇത് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്, തിരിച്ച് മൈക്ക് ഹക്കാബയുടെ ഇഷ്യൂലോട്ടാണ് വരുന്നത്. അപ്പം ഈ ഹക്കാബ എന്ന് പറയുന്ന ആള് വളരെ ഡെലിബറേറ്റ് ആയിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സ്വന്തം ആളായിട്ട്, ഇസ്രായേലിൻ്റെ സ്വന്തം ആളായിട്ടാണ് ഇസ്രായേലിലോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, NAR, ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ. അതായത് അതിൻ്റെ ഫൗണ്ടറാണ് ഈ മൈക്ക് ഹക്കാബ എന്ന് പറയുന്ന ആള്. അതിൻ്റെ കൂടെ മറ്റൊരു കോ ഫൗണ്ടറാണ് പോളോ വൈറ്റ്. അമേരിക്കയുടെ ഈ വൈറ്റ് ഹൗസിൻ്റെ അകത്ത് പ്രസിഡന്റ് ട്രംപിൻ്റെ കൂട്ടത്തിലുള്ള പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അവരൊരു സ്ത്രീ ആയിട്ടുള്ള പെൻറ്റക്കോസ്റ്റ് പാസ്റ്ററാണ് അവർ. നിങ്ങൾ കണ്ടില്ലേ, അവൾ കയ്യെ വെച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ ആൾക്കും ഓരോ ഡിസിഷൻ ട്രംപിൻ്റെ തോളിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇതൊക്കെ നിങ്ങളിത് കാണുമ്പോൾ ഇത് തമാശയല്ല. നോക്കുക, ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച പോലും ആയില്ല. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹാക്സത്ത്, അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോ? പരിപൂർണമായിട്ടും ബൈബിളിലെ കോട്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് അമേരിക്ക എങ്ങനെയായിരുന്നു, ഇന്ന് അമേരിക്ക എങ്ങനെയാണ് ദൈവം അമേരിക്കയെ മാറ്റിയത്. ഇന്ന് വരെ ഒരു അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഇതേപോലെ പറഞ്ഞിട്ടില്ല. പീറ്റർ ഹാക്സത്ത് എന്തുവാ, പഴയ അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥനാണ്, ഓഫീസറാണ്. എന്നിട്ട് ഫോക്സ് ന്യൂസിൻ്റെ ന്യൂസ് ആങ്കറാണ്. അപ്പം അയാളാണിത് പറഞ്ഞേക്കുന്നത്. നിങ്ങളെന്ത് ചാർലി കിർക്കിനെ പറ്റി പറഞ്ഞപ്പം ഇത് തമാശയായിട്ടാണ് കേട്ടത്. അവരെല്ലാം ഈ പറയുന്ന ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ്റെ ആളുകളാണ്. അതിന് ഹ്യൂജ് അമേരിക്കൻ ഫണ്ടിങ് ഉണ്ട്. ഗ്ലോബലായിട്ട് അങ്ങോട്ട് 33 മില്യൺ ആൾക്കാർ NAM-ലുണ്ട്, ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ്റെ അകത്തുണ്ട്. അത് പ്രോപ്പറായിട്ട് 100% പെൻഡക്കോസ്റ്റ് ആണ്, ബാപ്റ്റിസ്റ്റ് അല്ല. ഹാർഡ് കോർ പെൻഡക്കോസ്റ്റലാണ് ഈ സംഭവം. കാരണം അവരുടെ തീരുമാനമാണ് ഇന്ന് അമേരിക്ക കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ഈ പറയുന്ന കാത്തലിക്സ്, അതായത് വാറ്റിക്കാൻ പറയുന്നതും ഈ സംഭവം തള്ളിക്കളയുന്നത്. കാരണം അമേരിക്ക വിശ്വസിക്കുന്ന അമേരിക്കക്കകത്തുള്ള കാത്തലിക്സ് ആണ് യഥാർത്ഥ കാത്തലിക്സ്, യൂറോപ്യൻ കാത്തലിക്സ് അല്ല. അതുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ തള്ളിക്കളയുന്നത്. നിങ്ങളെ വേണ്ട, അല്ലാതെ വെറുതെ എടുത്ത തീരുമാനമല്ല. കാരണം അമേരിക്ക പറയുന്നത്, അമേരിക്ക പോകുന്ന പോലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക അംഗീകരിക്കത്തില്ല. അവരവർ ഓപ്പണായിട്ട് പറയുന്നുണ്ടത്.
അത് അമേരിക്കൻ പോളിസിയിലും വളരെ കൃത്യമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കൃത്യമായിട്ട് പറഞ്ഞു, ബ്രിട്ടൻ ഇത്ര വർഷം കഴിയുമ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമാകും. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ 1947 ഇന്ത്യയുടെ മാറ്റം പറഞ്ഞു. എങ്ങനെ ആയിരിക്കും 1947 ബ്രിട്ടനിലുണ്ടാകുന്ന മാറ്റം? ബ്രിട്ടൻ ഒരു ക്രിസ്ത്യൻ രാജ്യമല്ലാതായി മാറും, അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമല്ലാതായി മാറും. അവിടെ ഒരു ഇസ്ലാമിക ഭരണം 2047 വരും. അത് ഈ പറയുന്ന അമേരിക്കൻ എക്സ്പേർട്ടുകളും ഗ്ലോബൽ എക്സ്പേർട്ടുകളും പറഞ്ഞു കഴിഞ്ഞു. അതിന് പല കാരണങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് വരും. അപ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹക്കാബിക്ക് ഇങ്ങനെ ഒരു സംഭവം അവിടുത്തെ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റിനെ, റൈറ്റ് വിങ് ജേർണലിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയാനുണ്ടായ കാരണം എന്തുവാ മനസ്സിലാക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിന് ഇഷ്ടം പോലെ ബുക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇതുമായി ഈ NAR ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ബുക്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ആർട്ടിക്കിളുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റിടത്തൊക്കെ സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ ഇത് വായിക്കാൻ പറ്റും. ഇത് അമേരിക്കയുടെ അജണ്ടയാണ്. കാരണം ഇവർ പറയുന്നത് 117 പ്രാവശ്യം ബൈബിളിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഏറ്റവും കൂടുതൽ ജെനസിസിലും ഒക്കെ, അതായത് എബ്രഹാമിൻ്റെ വാഗ്ദത്ത ഭൂമി, അതായത് എബ്രഹാമിൻ്റെ ഡിസെൻറ്റ്, അതായത് ശിഷ്യന്മാർ, അതിൻ്റെ തലമുറ, അവർക്ക് ദൈവം കൊടുത്ത ദാനമാണ്, പ്രോമിസ്ഡ് ലാൻഡാണ് ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അതിൻ്റെ അകത്ത് 17 കൃത്യമായിട്ട് ബോർഡർ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ബോർഡർ പറയുന്നുണ്ട്. ഈ ബോർഡർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, സൗദി അറേബ്യയും ഈജിപ്തും, അതായത് നൈല് മുതൽ യൂഫ്രട്ടീസും അങ്ങ് ജോർദാന, ആ പ്രദേശം മുഴുവനും, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ മുഴുവനും ഇസ്രായേലിൻ്റെ അധീനതയിലാകും, ഇസ്രായേലിൻ്റെ കൂടെയാകും. എന്താ മൈക്ക് ഹക്കാബെ പറഞ്ഞത്? അത് നാളെ ഇത് ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലത്, ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങളതാരാ? അമേരിക്ക കൂടെ നിൽക്കും. അത് ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സമയം പറഞ്ഞതിൻ്റെ സമയം എന്തുവാണെന്ന്, അതായത് ഗാസയുടെ പീസ് ബോർഡ് ഓഫ് പീസ് ഒരു ഭാഗത്ത് നടക്കുന്നു, ഇറാൻ അമേരിക്ക വാർ, ഇറാൻ ഇസ്രായേൽ വാർ മറ്റൊരു ഭാഗത്ത് നടക്കാൻ പോകുന്നു. മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഭയങ്കര ടെൻഷനിലും. ഈ ഒരു സന്ദർഭത്തിൽ ഇത് തുടക്കം അങ്ങോട്ട് കുറിച്ചു. എന്താണ് NAR, അതായത് ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അതായത് മോദി ഗവൺമെൻറ് കയറിയപ്പോൾ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ഒന്നാമത് ആർട്ടിക്കിൾ 370 കാശ്മീർ, രണ്ടാമത് അയോധ്യ ടെമ്പിൾ അജണ്ടയാണ്, ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള അജണ്ടയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് അജണ്ട എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മാത്രമല്ല, അത് അമേരിക്ക, അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ലോക പോലീസാണ്. അപ്പം അവരുടെ അജണ്ട ഗ്ലോബൽ അജണ്ടയാണ്. ആ ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമായിട്ട് ക്രൈസ്റ്റിൻ്റെ 2ാം വരവിന് മുമ്പ്, ഇതാണ് പോയിന്റ്, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടായിരിക്കണം. അതിന് പെർസിക്യൂഷനോ മരണപ്പെട്ടാലോ എന്ത് നടന്നാലും അതുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചെറിയ ഇറാനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച ഒരു രാജ്യം അവിടെ വലുത്, അതിനുവേണ്ടി ഇത്രയും വലിയ സന്നാഹമായിട്ട് അമേരിക്ക വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാ വന്നിരിക്കുന്നത്? കാരണം കാരണം ഗൾഫ് വാറിനേക്കാളും ഏറ്റവും കൂടുതൽ അമേരിക്കൻ കാരിയേഴ്സ് ഇന്ന് ഈ പറയുന്ന ഇറാന് ചുറ്റുമുണ്ട്, മിഡിൽ ഈസ്റ്റ്. കാരണം ഒരൊറ്റ രാജ്യത്തെ അനങ്ങാൻ വിടത്തില്ല. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഹമാസ് കാണിച്ച ബ്ലണ്ടറാണ് ഈ ഒക്ടോബർ 8 എന്ന് പറയുന്നത്. അതോടുകൂടി ഹമാസിൻ്റെ വെടി തീർന്നു. പാലസ്റ്റീൻ എന്ന് പറഞ്ഞ വെറുതെ പേരിനായി. നിങ്ങൾക്കറിയാം ബോർഡ് ഓഫ് പീസിൽ എന്തുവാണ് ഗാസയിൽ ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് എന്താ ഉണ്ടായത്? ലെബനൻ ഇല്ലാതായി, സിറിയ ഇല്ലാതായി, യമൻ ഇല്ലാതായി. അതിനെ ഏറ്റവും കൂടുതൽ പ്രോക്സി പിന്തുണച്ചിരുന്ന ഇറാന്റെ ഗതികേട് അറിയാൻ. ഇതെല്ലാം നിങ്ങൾ വെച്ച് നോക്കണം.
ഈ NAR, അതായത് ഞാൻ ഈ പറയുന്ന ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷനും ഈ പറയുന്ന മാറ്റങ്ങളും വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായ മാറ്റങ്ങളും ഈ മൂവ്മെൻറ്റുകളും എന്തിനായി തുടക്കം കുറിച്ച്? ഇതാണ് ഞാൻ ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി. ഈ നമസ്തേ ട്രംപും ആ ട്രംപും പൂജ ട്രംപും അല്ല, ഞാൻ പറഞ്ഞ ഒരു ഹാർഡ് കോറാണ്, ഒരു ഹാർഡ് കോർ ക്രിസ്ത്യനാണ്. ഇവരുടെ മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അതനുസരിച്ചേ മൂവ് ചെയ്യത്തുള്ളൂ. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്കത് അറിയാതെ നടത്താൻ. അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഹൈ എൻഡ് ടെക്നോളജിയാണ്, ഏറ്റവും വലിയ പട്ടാളമാണ്. ഈ പറയുന്ന ഒരു രാജ്യം പോലും അമേരിക്കക്കെതിരെ നിൽക്കാൻ തയ്യാറാവത്തില്ല. റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ വെടി തീർന്നു. ചൈനയുടെ എക്കോണമി അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നു. അമേരിക്ക മാത്രം. അതാണ് യൂണിപോളാർ. യൂണിപോളാർ എന്ന് പറയുന്നതും ഈ പറയുന്ന NAR പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം മൾട്ടി പോളാർ അല്ല, ഒരു രാജ്യമാണ് തീരുമാനിക്കുക എന്ത് ചെയ്യണം. അതായത് കിങ്, ആ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളിതെല്ലാം കൂടെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഇതെല്ലാം സെർച്ച് ചെയ്ത് ഓരോന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മൈക്ക് ഹക്കാബെ കൊടുത്ത ഇൻ്റർവ്യൂ ഡെലിബറേറ്റ് ആയിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും GCC രാജ്യങ്ങളും അതിനെപ്പറ്റി പ്രതിഷേധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹക്കാബെ തിരുത്താൻ തയ്യാറായില്ല. ഹക്കാബെ പറഞ്ഞതാണ്. കാരണം ഡെലിബറേറ്റ് ആയിട്ട് ഈ പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ NARും പറയിപ്പിച്ചിട്ട് ചെയ്ത സംഭവമാണിത്. കാരണം ഗ്ലോബലി ഡിസ്കഷൻ നടക്കണം, ലോകം മുഴുവനും ഡിസ്കഷൻ നടക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഭയന്നുപോയി ഈ ടോപ്പിക്ക് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇത് ഖുറാനിലും പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. കാരണം ഇങ്ങനൊരു സംഭവം സംഭവിക്കണം ഇപ്പോഴ്, അതിന് പറ്റിയ സാഹചര്യമാണ്. അത് മുതലാക്കുക മാക്സിമം. അതായത് ഇസ്രായേൽ എക്സ്പാൻഷൻ. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾ കാണണം. അപ്പം നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. കാൾസൺ ടക്കർ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മൈക്ക് ഹക്കാബെ ആ ഇൻ്റർവ്യൂ മുഴുവൻ, ലോങ് ഇൻ്റർവ്യൂ, അത് ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയാണ്. അപ്പം അതിനകത്ത് മനസ്സിലാക്കുക, 30 വർഷം ഹക്കാബെക്ക് പരിചയമുള്ളൊരു ജേർണലിസ്റ്റാണ് ഈ പറയുന്ന കാൾസൺ ടക്കർ. 30 വർഷം ഞാനിപ്പോൾ ഒരു പൊളിറ്റീഷ്യനുമായിട്ട് പരിചയമുണ്ടെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം പോലാകും. അപ്പം ഈ പറയുന്ന കാൾസൺ ടക്കർ വളരെ ഗ്രില്ല് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും മൈക്ക് ഹക്കാബെ വളരെ കൂളായിട്ടാണ് ആൻസർ കൊടുക്കുന്നത്. കാരണം ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ല പെട്ടെന്ന് ചാടിക്കയറുമെന്ന് പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് അയാൾ തിരുത്താൻ തയ്യാറാവാത്തത്. അതായത് വരാനുള്ള സമയങ്ങളിലും ദിവസങ്ങളിലും ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേലും ബിബ്ലിക്കൽ ഇസ്രായേൽ, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക് ഹക്കാബെ പറയുന്നത്. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് സംഭവിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ഈ രാജ്യങ്ങൾ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അതുകൊണ്ട് ഇസ്രായേലിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയുടെ അജണ്ടയുടെ ഭാഗമാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം, മൈക്ക് ഹക്കാബയുടെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ അടിയുണ്ടായ 11 ദിവസം അടിയുണ്ടായ സമയത്ത് അമേരിക്ക അതിൻ്റെ അകത്ത് ഇടപെടില്ല എന്ന് പറഞ്ഞു. കാരണം ഇസ്രായേലിൻ്റെ കയ്യിലൊന്നും ഈ ബങ്കർ ബസ്റ്റർ ബോംബറും B2 ബോംബേഴ്സൊന്നുമില്ല. ഈ പറയുന്ന മൈക്ക് ഹക്കാബെ ഒരു മെസ്സേജ് അയച്ചു പ്രസിഡന്റ് ട്രംപിന്. അന്ന് കാനഡയിലെ G7 മീറ്റ് കിടക്കുവാണ്. മെസ്സേജ് അയച്ചു. ഒറ്റ മെസ്സേജിൽ, ആ അയച്ച മെസ്സേജ് നിങ്ങളത് ബിബ്ലിക്കൽ മെസ്സേജാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് ദൈവമാണ് ട്രംപിനെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതായത് പറയും ഈ പെന്തക്കോസുകാർ അവർ പറയും ഈ പ്രൊഫസി എന്ന് പറയുന്ന സംഭവം പറയും. ഈ പ്രൊഫസിയുടെ ഭാഗമായിട്ട് അവർ ഉണ്ടായ ഭാഗമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഓർഡർ ഇടണം, അമേരിക്കൻ ജെറ്റുകൾ ഫൈറ്റർ അവിടെ കൊണ്ടുപോയി ബോംബിടണം. അതാണ് മെസ്സേജ് കൊടുത്തത്. അത് പ്രൊഫസിയുടെ ഭാഗമാണ്. അത് ഇതും പറയുന്ന പ്രൊഫസിയാണ്, ബിബ്ലിക്കൽ പ്രൊഫസിയാണ്. അതുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാകണം. മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാൽ അത് ഉണ്ടായേ മതിയാകൂ. അതാണ് ഈ പറയുന്ന NAR അവർ പറയുന്നത്. ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ പറയുന്നത് അമേരിക്ക പിടിച്ചു നിന്നാലും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും
അതായത് അമേരിക്കയെ ഇങ്ങനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്, ലോകത്തിലെ പവർഫുൾ രാജ്യമാക്കി വെച്ചിരിക്കുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ, അതായത് കനാൻ ദേശം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് കാരണം എബ്രഹാമിൻ്റെ അടുത്ത ഡിസെൻറ്റാണ്, അതായത് എബ്രഹാം അക്കോർഡ്. അതനുസരിച്ച് നിങ്ങൾ ഇനി എബ്രഹാം അക്കോർഡ് വായിര്. ഈ എബ്രഹാം അക്കോർഡ് ആരാ ഉണ്ടാക്കിയത്? ഈ പറയുന്ന പ്രസിഡന്റ് ട്രംപാണ് ഉണ്ടാക്കിയത്, നേരത്തെ ഫസ്റ്റ് ടൈമിൽ വന്നു കഴിഞ്ഞപ്പോഴും. ആ അക്കോർഡ് എന്തോ പറയുന്നത്? അത് ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ തന്നെ പറയുന്നത് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇസ്രായേൽ ബന്ധത്തിൽ പോകും. ഇതാണ് എൻ്റെ കാര്യം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ ഡീസാലിനേഷൻ, അതായത് കടൽ വെള്ളം മാറ്റി കുടിവെള്ളമാക്കാൻ വേണ്ടി അതിൻ്റെ ടെക്നോളജിയും സംഭവങ്ങളെല്ലാം ഇസ്രായേലാണ് ചെയ്യുന്നത്. അതായത് UAE ആണെങ്കിലും സൗദി അറേബ്യയുടെ ആണെങ്കിലും അവരുടെ മേജർ സെക്യൂരിറ്റി ഇഷ്യൂസ്. കാരണം ഇതെല്ലാം ഈ പറയുന്ന രാജാക്കന്മാരും ഡെമോക്രസി ഇല്ലാത്ത രാജ്യങ്ങളെ സ്റ്റെബിലിറ്റി ഇല്ല, ഇവർക്ക് പ്രോപ്പറായിട്ട് പട്ടാളമൊന്നുമില്ല, ഉള്ള പട്ടാളത്തിനും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. എപ്പോഴും ഏത് സമയത്ത് എന്ത് സംഭവിക്കാവുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങൾ. ഏത് രാജ്യങ്ങളെ എടുത്താലും സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം ഈ രാജ്യങ്ങൾ തന്നെ തമ്മിൽ തല്ലി തടിച്ച് മാറി അങ്ങ് പോകും. ഇതൊക്കെയാണ് ഇവർ തന്നെ പറയുന്നത്. കാരണം എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അക്കബി കൊടുത്തതാണ് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാകും. ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്ന അതിൻ്റെ പാർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മുൻകൈ എടുത്തിരിക്കുന്നത്. അതായത് രണ്ടും കൽപ്പിച്ച് ഇത് നടന്നിരിക്കണം. അതിൻ്റെ ആദ്യ സൂചന ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ ആദ്യ സൂചനയായിട്ടാണ് ഗ്ലോബൽ ലീഡറായ മൈക്ക് ഹക്കബെ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കാര്യം പറയുമ്പോൾ ഗ്ലോബലായിട്ട് ഇതൊരു ഡിസ്കഷനായിട്ട് മാറുന്നത്.